ഈ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ എന്തിനാണ് ഈശോ ഒരുക്കിയത് എന്ന്. ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ ഈശോ ഒരുക്കിയത് പ്രത്യേകിച്ച് മറ്റ് ശുശ്രൂഷകൾ പോലെയല്ല. ഇത് വ്യക്തമായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള ശുശ്രൂഷയാണ്. അത് ഈശോ അങ്ങനെ ഒരു പ്രേരണയാണ് തന്നത്. പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമം പ്രയോഗിക്കപ്പെടുവാൻ മാസത്തിലെ ഒരു ദിവസം കർത്താവ് ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ ഒരു ശുശ്രൂഷയായിട്ടല്ല ഇതിനെ നമ്മളിവിടേക്ക് കൊണ്ടുവന്നത്, മറിച്ച് ഈ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ ഒരുക്കങ്ങളൊക്കെ ദൈവം നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ധാരാളം ഡെലിവറൻസുകൾ ഇവിടെ ഈശോ ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ? ഈ ശുശ്രൂഷയാണ് സഭയുടെ അടിസ്ഥാന ശുശ്രൂഷ. ഞാൻ ബൈബിളിലൂടെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പിശാചിനെ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷകളില്ലാത്ത ഒരു പള്ളി, ഒരു കൂട്ടായ്മയും അത് യഥാർത്ഥത്തിൽ ഈശോയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ അല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഞാൻ പറയുന്നത് വെറുതെ എൻ്റെ കണ്ടെത്തലല്ല. ഇത് ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന, ബന്ധിക്കുന്ന, കാലങ്ങളായി നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ, നമ്മൾക്കൊരു എഴുന്നേൽപ്പുണ്ടാകാതെ നമ്മുടെ മനസ്സിനെ തളർത്തിയിട്ടിരിക്കുന്ന അന്ധതകളെ പറഞ്ഞു വിടുന്ന ശുശ്രൂഷകളില്ലാത്ത ഏത് ദേവാലയത്തിലെ ശുശ്രൂഷകളാണെങ്കിലും അത് ഈശോയുടെ മനസ്സറിഞ്ഞ ശുശ്രൂഷ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സുവിശേഷത്തിലെ ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം, ആദ്യം എഴുതപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യമേ തന്നെ ഈശോ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്നറിയാം? പിശാചിനെ ബഹിഷ്കരിക്കുന്ന. നടന്നത് ഒരു സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം ഒത്തിരി ഡെലിവറൻസുകൾ സംഭവിക്കും. സാബത്ത് ദിവസം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ്. പിശാചുകൾ വിട്ടുപോകും. അന്ന് നടന്നൊരു സംഭവം നമുക്കൊന്ന് മനസ്സിലാകാം. എന്നിട്ട് നമുക്ക് കാണാം ആരാണ് ഈ ടീം, അതെന്താണ് നമുക്ക് ദോഷം ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയമായതുകൊണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവൻ അശ്രദ്ധകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പല ലൗകിക കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തരാക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടെ നമ്മൾ യേശുനാമത്തിൽ പിശാചിനെ, ഈ വ്യഗ്രതകൾ ഉണ്ടാക്കുന്നവനെ പുറത്താക്കാനുള്ള ശുശ്രൂഷയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദീർഘമായി അമ്മയുടെ സഹായമൊക്കെ ചോദിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ കബർനാമിലെത്തി. ഈശോയുടെ ടൗണാണ് കബർനാം, ഈശോയുടെ ചെറിയ ടൗൺ. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. അവൻ്റെ സ്വന്തം ടൗണിലെ പള്ളിയിൽ ഈശോ പ്രവേശിച്ചു. എന്നിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. അപ്പോൾ പള്ളിയിൽ ഞായറാഴ്ച ആളുകളെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ വന്നു കൂടിയിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പഠനത്തിൽ ആളുകളുടെ ഈ പുരികങ്ങളൊക്കെ ഇങ്ങനെ വളയുകയാണ്. കാരണം ഇതുവരെ കേൾക്കാത്ത രീതിയിലാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇതുവരെ നിയമജ്ഞരൊക്കെ പഠിപ്പിച്ച ശൈലികളല്ല ഈശോയ്ക്കുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഞായറാഴ്ച അല്ലെങ്കിൽ ആ സാബത്ത് ദിവസം അവിടെ എല്ലാ സാബത്തിലും വരുന്ന ഒരാളിരിപ്പുണ്ടായിരുന്നു. എല്ലാ സാബത്തിലും പള്ളി വരുന്ന ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി എവിടെ ഉണ്ടായിരുന്നു? കബർനാമിലെ പള്ളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈശോ ഈ വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അലറാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ സ്വരമൊക്കെ എല്ലാ സ്വരം പോലെ ആകത്തില്ല, വേറിട്ട ഒരു സ്ക്രീമിങ്, ഒരു നിലവിളി ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ ഈ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനായിരുന്നു അവൻ. അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ അലറാൻ തുടങ്ങി. ഇനി ശ്രദ്ധിക്കണം, അവൻ അലറി. ആരാണ് അലറിയത്?
ഈ മനുഷ്യനല്ല അലറിയത്, അശുദ്ധാത്മാവാണ് അലറിയത്. ഈശോ ഡീല് ചെയ്യുന്നത് മനുഷ്യനോടല്ല. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. ഈശോ പ്രസംഗത്തിനിടയിൽ, ശുശ്രൂഷയ്ക്കിടയിൽ ഈശോ കൺഫ്രണ്ട് ചെയ്യുന്നത് മനുഷ്യനോടല്ല, അവനിലെ അശുദ്ധാത്മാക്കളോടാണ്. അതുകൊണ്ടാണ് അവൻ അലറി. എന്നിട്ട് അശുദ്ധാത്മാവ്, അവൻ സൂപ്പർ നാച്ചുറൽ നോളജ് ഉള്ളവനാണ്, അവന് വളരെ അറിവുണ്ട്. എന്താണ് അറിവ്? ഈശോ ആരാണ്, ഈശോ എന്തിനാണ് വന്നത്, ഈശോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവിടെ ഇരുന്ന ആളുകൾക്ക് ആർക്കും പിടിയില്ല. പക്ഷെ ഇവന് പിടികിട്ടി. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. അശുദ്ധാത്മാക്കള് ഒരുവനിൽ ഉണ്ടെങ്കിൽ, അൺക്ലീൻ സ്പിരിറ്റ്സ്, ഈവിൾ സ്പിരിറ്റ്സ്, അശുദ്ധാത്മാക്കൾ ഒരുവനിൽ ഉണ്ടെങ്കിൽ അവനറിയാം ഈ ദൈവീക ശുശ്രൂഷയുടെ വില. അവൻ എന്ത് ചെയ്യും? അവനത് ഗത്യന്തരമില്ലാതെ പറയും. അതിന്റെ തെളിവാണ് അവൻ അലറാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ ഇങ്ങനെ വിളിച്ചു അലറി, നസ്രയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇത് ഒരുത്തന്റെ വകുപ്പല്ല. അവൻ പറയുന്നത് ഇതാണ്. അവൻ അലറി ആർക്കു വേണ്ടി? അവൻ്റെ ടീമിന് മുഴുവനും വേണ്ടി. നമ്മൾ ആദ്യമേ വായിക്കുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നെന്നാണ്. പക്ഷേ അവൻ അലറിയിട്ട് അവൻ വക്കാലത്ത് പിടിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഇവന്റെ കൂടെ ഉണ്ട്. ഇതാർക്കും പിടികിട്ടുന്നില്ല. അവൻ പറയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിന് ഇടപെടുന്നു? ഡീമൺസ് ആർ നോട്ട് മിയർ സിംഗിൾ ബീയിങ്സ്. ഈ അരൂപികൾ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത് പലപ്പോഴും. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ വചനം പറയുകയാണ്, നസ്രയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അവന് വ്യക്തമാണ്. അതാണ് 1 യോഹന്നാൻ 3:8 തിരുവചനത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ വന്നത് അടിസ്ഥാന സത്യം നമ്മിലെ പിശാചുക്കളെ, സ്പിരിറ്റുകളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനുമാണ്. ഇത് ഈശോയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ, ഇത് ചൊവ്വാഴ്ച ആരാധനയിൽ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി 1 മാസത്തിൽ 1 ദിവസം ഈ കാലങ്ങളായിട്ടുള്ള കെട്ടുകളെ അഴിക്കുന്ന ശുശ്രൂഷ ഇവിടെ ഒരുങ്ങണമെന്ന് ഈശോ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വളരെ ശക്തമായും തീക്ഷ്ണമായും തീവ്രമായും ഇവിടെ നടക്കുക തന്നെ ചെയ്യും. അതിന് 100% ഉറപ്പാണ്. ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തി ഡെലിവറൻസ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, എന്നിട്ട് അവൻ പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഉടനെ യേശു അവനെ ശാസിച്ചു. ആര്? ഈ മനുഷ്യനെ അല്ല. നമ്മുടെയൊക്കെ വിഷയം എന്ന് പറയുന്നത്, പള്ളിയിൽ ഒരാളൊരു വിഷയം ഉണ്ടാക്കിയാൽ നമ്മൾ അവൻ്റെ കൈക്കും കാലിലും പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പള്ളിക്ക് വെളിക്കൊണ്ടാക്കും. മനുഷ്യനെ അല്ല പുറത്താക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരാൾ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവനെ കെട്ടിയിട്ട് മുറിക്കകത്ത് പൂട്ടിയിട്ട് താക്കോലെടുക്കും. ഇവിടെ ഈശോയുടെ ഡീലിംഗ്, കൺഫ്രണ്ടേഷൻ മനുഷ്യനല്ല. നമ്മൾ മനസ്സിലാക്കണം. അവനെ പുറത്താക്കി, മനുഷ്യനെ അല്ല നമ്മൾ പുറത്താക്കേണ്ടത്. ശുശ്രൂഷ നടത്തുമ്പോൾ ആരെങ്കിലും അലറി വിളിച്ചാൽ മനസ്സിലായിക്കോണം, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളാണ് തുടങ്ങിയത്. അവിടെ ദൈവരാജ്യം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവനെ വിളിച്ച് പുറത്താക്കിയിട്ട് കഥ. അവൻ ശല്യക്കാരനാ. പക്ഷേ ശല്യം ഇളകുന്നതിൻ്റെ കാരണം അവിടെ ദൈവം ഇടപെട്ട് തുടങ്ങി. അവനിലെ അശുദ്ധാത്മാവിനോട് ദൈവം സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? യേശു അവനോട് പറയുകയാണ്, അവനെ, പിശാചിനെ ശാസിച്ചിട്ട് പറയുകയാണ്, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. എൻ്റെ ചെറുക്കനെ വിട്ടിട്ട് നീ പുറത്തു വരിക. എൻ്റെ കൊച്ചിനെ വിട്ടിട്ട് നീ പുറത്തു വരിക. അതാണ് ഈശോയുടെ ഡീൽ. ഈശോയുടെ ഇടപെടൽ പിശാചുക്കളോടാണ്. എന്നിട്ട് അടുത്ത വചനം നമ്മൾ വായിക്കുകയാണ്, അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. അശുദ്ധാത്മാവ് പുറത്തു വന്നു. ഉടനെ ആളുകൾ അവര് നോക്കിയിട്ട് പറയുകയാണ്, എടാ, ഇതൊരു പുതിയ പ്രബോധനമാണല്ലോ.
അത് പറയാൻ കാര്യമുണ്ട്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമ്മൾ പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ, യഹൂദരുടെ നിയമത്തിൽ ഇങ്ങനൊരു ശുശ്രൂഷ കാണുന്നില്ല നമ്മൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നമ്മൾ പരിശോധിച്ച് നോക്ക്, പഴയ നിയമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ഇല്ല. അതുകൊണ്ടാണ് യഹൂദര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, എടാ ഇതൊരു പുതിയ പ്രബോധനമാണ്. ഇത് ഫരീസർക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ ഫ്രെയിമിലില്ല. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞു, ദേ നിങ്ങളുടെ കൂട്ടല്ല, അവൻ പിശാചുകളെ പുറത്താക്കുന്നു, അത് പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ അവർ പറഞ്ഞു, നടക്കുകയില്ല, ഇതൊക്കെ പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് അവൻ ഈ കൈക്രിയകളൊക്കെ ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാകത്തില്ലെന്നേ. അവരുടെ ഫ്രെയിമിൽ ഇല്ലാത്ത കാര്യമാണ് പിശാചിനെ ബഹിഷ്കരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഇടയിലും ചില ആളുകളുണ്ട്, അവർ പറയും, ഓ ആ പള്ളിയിൽ ആ അച്ഛന് പിശാച് പിടുത്തക്കാരനാണെന്ന് പറയും. എന്താ കാര്യം? അവരുടെ ഫ്രെയിമിലില്ല ഈ വിഷയം, അവരുടെ ഫ്രെയിമിലില്ല. അതുകൊണ്ട് എന്താണ്, കാലങ്ങളായിട്ട് അവരെ ഇട്ട് മണ്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. പഴയ നിയമത്തിൽ ഇല്ലാത്ത പുതിയ നിയമത്തിലുള്ള ഈശോയുടെ ശുശ്രൂഷയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, മർക്കോസ് 1:39 വചനം വായിക്കുകയാണ്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. രണ്ട് കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. പ്രസംഗിച്ചു, പിശാചുക്കളെ പുറത്താക്കി. 12 പേരെ തെരഞ്ഞെടുത്തിട്ട് ഈശോ ചെയ്തത് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരവും ശക്തി. കളക്ടർക്ക് അധികാരം, പോലീസിന് ശക്തി. കളക്ടർ ഓർഡർ ഇട്ടാലേ പോലീസിന് വെടിവെക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ ശിഷ്യന്മാർക്ക് ഷൂട്ട് അറ്റ് സൈറ്റ്, അന്നേരം കണ്ട വെടിവെക്കാം. അന്നേരം അധികാരവും ശക്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്താണെന്നറിയോ? ഇതാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ കണ്ടാൽ അന്നേരം ബഹിഷ്കരിച്ചേക്കണം, ബന്ധിച്ചേക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ലാത്തടത്ത് നമ്മുടെ പള്ളികളെല്ലാം ഉണങ്ങി വരണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ഉറങ്ങി 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 നമ്മൾ ഇടപാട് തിരിയണം. എന്താ കാര്യം? തോളയിലാണ് ഇരിക്കുന്നത് ആ കക്ഷി, അവൻ തോളത്തിരിക്കുകയാണ്. അവൻ പിന്നെ നമുക്ക് ശുശ്രൂഷ നടക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവനെ ബന്ധിക്കുന്ന ശുശ്രൂഷ നമ്മൾ ഇവിടെ ഉയർത്തണം. ഹല്ലേലൂയ. അങ്ങനെ ഉയർത്തിയാൽ ഇത് ഈശോയുടെ ശുശ്രൂഷയാകും, ഈശോയുടെ ശുശ്രൂഷയാകും. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ തെളിവ്. ദൈവരാജ്യം ഒരിടത്ത് രൂപപ്പെടുന്നു, ദൈവത്തിൻ്റെ ശക്തി. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ രാജ്യം വരണേ. എങ്ങനെയാ വരുന്നേ? പിശാചുക്കളെ ബഹിഷ്കരിച്ചാലേ ഈ രാജ്യം വരൂ. മറ്റൊരർത്ഥത്തിൽ ഈ രാജ്യം വന്നു എന്നതിന്റെ തെളിവ് പിശാച് വിട്ടുപോകും. കർത്താവ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി നാൾ ആയിട്ടില്ല ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ഈ കിട്ടിയ വലിയൊരു ബോധ്യം ഇതാണ്. പ്രസംഗിച്ച് നമ്മുടെ വായിൽ വെള്ളം പറ്റുകയാണ്. ആളുകൾ അത് തന്നെയും പിന്നെയും തത്താം. അപ്പോഴാണ് കാരണം പ്രസംഗം കേൾക്കാൻ ഇവർ ടീമായിട്ടാണ് വരുന്നത്. എല്ലാം കഴിഞ്ഞ് അവരും കൈയടിച്ചിട്ട് പോകും. നന്നായിരുന്നു. ഈ മർമ്മം പിടികെട്ടിക്കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി വില കൊടുക്കാൻ തുടങ്ങി, അതിനകത്ത് വ്യത്യാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ തെളിവ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുവചനം. മത്തായി 12:28 പറയുകയാണ്, ഈ ആളുകൾ വന്ന് പറഞ്ഞു, നീ ബേൽസബൂലിനെ കൊണ്ടാണല്ലേ പിശാചുക്കളെ പുറത്താക്കുന്നത്. ഉടനെ ഈശോ അവരോട് പറയുകയാണ്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. കാരണം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവാത്മാവിനെ കൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. ഇത് മനുഷ്യൻ്റെ കഴിവോ ഏതെങ്കിലും അച്ഛൻ്റെ കഴിവോ ഒന്നുമല്ല. ഇവിടെ ദൈവാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് മക്കളെ ദൈവരാജ്യം. എന്തിനാണ് ഇത്? സഭയുടെ ശുശ്രൂഷയാണ്. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളൊന്ന് വായിക്കും. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കണം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ സഭയുടെ ആദിമ സഭയുടെ ശുശ്രൂഷകളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലെ ആദ്യത്തെ ഒരു ശിഷ്യൻ ഫിലിപ്പോസ്,
പീലിപ്പോസ് സ്വന്തം നാട്ടിലല്ല, അയൽ നാട് സമറിയായിൽ ചെന്ന് ചെയ്ത കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പീലിപ്പോസ് സമറിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ആരെ പറ്റി? ഞാൻ പറയുന്നത്, പിശാച് ബഹിഷ്കരിക്കപ്പെടണമെങ്കിൽ സഭ ചെയ്യേണ്ട ശുശ്രൂഷ പറയേണ്ടത് ഈശോയെക്കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പറ്റി പ്രഘോഷിച്ചു. അലോൺ, ക്രൈസ്റ്റ് അലോൺ. ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ജനം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ്, അങ്ങനെ ആത്മാക്കളുണ്ട്. അശുദ്ധാത്മാക്കൾ അശുദ്ധിയിലാണ് കഴിയുന്നത്. അൺക്ലീൻ തോട്ട്സ് നമ്മുടെ ബുദ്ധിയിൽ അശുദ്ധ ചിന്തകൾ തരും, അശുദ്ധ വാക്കുകൾ പറയാൻ ഇങ്ങനെ പ്രേരിപ്പിക്കും. അതിലേക്ക് നമ്മൾ വരാം, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഈ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. ഈ പിശാച് വിട്ടുപോകുമ്പോൾ പല രോഗങ്ങളും സൗഖ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡീമൺസ് അഥവാ അരൂപികൾ രോഗങ്ങൾക്ക് കാരണമാകും. പല രോഗങ്ങൾക്കും, എല്ലാ രോഗങ്ങളും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പല രോഗങ്ങൾക്കും കാരണമാകും. ഈ പിശാചുക്കൾ വിട്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് രോഗങ്ങൾ സൗഖ്യപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തോട് അടുത്ത് കിടന്ന ഒരു ആൻറ്റി, ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ്, വീടിന് കുറച്ചുകൂടെ മുകളിലൊരു സ്ഥലത്ത് ഒരു ആൻറ്റി മരിച്ചു. മക്കളെല്ലാം വന്നു, ഞാനും ചെന്നു. അങ്ങനെ വളരെ യങ്ങായിട്ടുള്ളൊരു ആൻറ്റി, മരിക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. ബന്ധിച്ച് പ്രാർത്ഥിച്ചു. മരണദൂതനെ, അങ്ങനെ ഒരു ദൂതനുണ്ട്, മരണദൂതൻ. അതായത് സമയമാകുന്നതിന് മുമ്പേ നമ്മുടെ ജീവനെ തട്ടിയെടുക്കുന്ന ഒരു ദൂതൻ. ഈ അരൂപിയെക്കുറിച്ചാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ 4-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് 4-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. എങ്ങനത്തെ കുതിര? വിളറിയ കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണമെന്ന് പേര്. ചില ആളുകളെ ഈ അരൂപി പിടികൂടിയാൽ മുഖമെല്ലാം കൂടെ അങ്ങ് വിളറി, ശരീരം മഞ്ഞുപോലായി, ചത്ത കണക്കാൻ കിടക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റുള്ളൂ. പക്ഷേ ഈ അരൂപിയുടെ പ്രവർത്തനമാണ്. ചില അരൂപികളെ നമ്മളുടെ മരിച്ചെന്ന് നമ്മൾ തോന്നിപ്പോയി, ഇങ്ങനെ കിടക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം ലഭിച്ചു. ഈ മരണദൂതൻ അധികാരം കിട്ടിയിരിക്കുന്നത് ഭൂമിയിലെ 4/1 ആളുകളുടെ മേൽ അധികാരമുണ്ട്. അവരെ സമയമാകുന്നതിന് മുൻപ് തട്ടിക്കൊണ്ടുപോകും മരണദൂതൻ. ഞാൻ ഈ ആൻറ്റി എഴുതി എന്നിട്ട് തലേ കൈവച്ച് അവര് മേജർ ഓപ്പറേഷൻ, തലച്ചോറ് ഏകദേശം കുറെ ഭാഗം ചെത്തിക്കളഞ്ഞു. അതുപോലൊരു വലിയ സിസ്റ്റായിരുന്നു, മഴയായിരുന്നു. എന്നും അവര് അവിടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓപ്പറേഷൻ ചെയ്തതിന്റെ ക്ഷീണമുണ്ട്, ഓപ്പറേഷൻ ചെയ്തതിന്റെ ക്ഷീണം. മരണദൂതനെ ബന്ധിക്കണം. ഇതുപോലെ അരൂപികളുടെ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ തൻ്റെ ശുശ്രൂഷ പിശാചുക്കളെ ബഹിഷ്കരിക്കണമെന്ന ശുശ്രൂഷ ഏറ്റവും ശക്തമായിട്ട് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ പീലിപ്പോസ് ചെന്ന് അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെല്ലാം ബന്ധിച്ച്, യേശു നാമത്തിൽ ബന്ധിച്ച് പിശാചുക്കളെ പുറത്താക്കി. എന്താണ് സംഭവിച്ചെന്നറിയാമോ? അടുത്ത വചനം, അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് സന്തോഷം. വീട്ടിൽ സന്തോഷം, മനസ്സിൽ സന്തോഷം, ഹൃദയത്തിൽ ഒരു ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണോ നമുക്ക് സന്തോഷം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം വിട്ടുപോകുന്ന അവസ്ഥ. പലരുടെയും ഒരു വിഷയം എന്ന് പറയുന്നത് മനസ്സിനെ ഒരു ഹെവിനെസ്, എ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്,
മനസ്സിനെ ഇങ്ങനെ തളർത്തിയിടുന്ന, പിടിമുറുക്കിയിരിക്കുന്ന ഒരു അരൂപിയുണ്ട്. പലർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നിസ്സാര കാര്യം മതി മനസ്സിനെ ഇതങ്ങൾ പിടിമുറുക്കും. യെശയ്യായുടെ പുസ്തകം 61 അധ്യായത്തിൽ ഈ അരൂപിയെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ 61, അതിനകത്ത് വചനം 3-ാം തിരുവചനം, സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും. ഓക്കുമരത്തിൻ്റെ പവർ നമുക്കറിയാം, തെക്കിനേക്കാളും വലിയ പവറാണ് ഓക്കുമരത്തിന് എന്നാണ്. അപ്പോൾ സിയോനിൽ നട്ടുപിടിപ്പിച്ചവർ നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം ആഷസ്, ചാരത്തിലിരിക്കുന്ന അവസ്ഥയുണ്ട്. ചാരത്തിലിരിക്കുകയാണ്, ഗതി കെട്ടുപോയി, ചാരത്തിലിരിക്കുന്ന അവസ്ഥ, പൊടിഞ്ഞു, തീർന്നു. ആ അവസ്ഥയ്ക്ക് പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഈ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, മനസ്സിനെ തളർത്തുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന് പകരം സ്തുതിയുടെ മേലങ്കി, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ് ഈശോയുടെ ആദ്യത്തെ ശുശ്രൂഷ. 1-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വിചാരിക്കും പിശാച് പോയില്ലല്ലോ, ഇവിടെ ആരും അലറിയില്ലല്ലോ. ഈശോയുടെ ശുശ്രൂഷയായത്. ഈശോ കൺഫ്രണ്ട് ചെയ്യുന്നത് സ്പിരിറ്റുകളെയാണ്. നമ്മിൽ നിന്ന് പുറത്തു പോയാലേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് ഈശോയ്ക്കറിയാം. ഈശോ എന്ത് ചെയ്യും? സംസാരിക്കാൻ അനുവദിക്കുകയില്ല. പക്ഷേ ഡെലിവറൻസുകൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരിക്കാൻ ഈശോ അനുവദിക്കത്തില്ല. അന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ ശുശ്രൂഷ. തെളിവിന് അടയാളത്തിന് 1-2 ഒക്കെ സംസാരിച്ചേക്കാം, അലറി വിളിച്ചേക്കാം. പൂനെയിൽ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ ഇടയിൽ ഒരു ചേച്ചി നിലവിളിച്ചത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. എല്ലാവരും നിലവിളിക്കുന്നത് പോലെയല്ല. അപിശാചിനെ പുറത്താക്കാൻ അന്ന് വല്ലാതെ കഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ രാത്രി 1 മണി വരെ ഒരു നടയ്ക്ക് തീരുന്ന കേസുകളാകണമെന്നില്ല. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങൾ പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവനും നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുള്ളൂ. ഒരു നിമിഷത്തെ ശുശ്രൂഷയാകണമെന്നില്ല, ഒരുപാട് രൂപികളുണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അവയെ ചെറുത്ത് നിൽക്കണം. എങ്ങനെ? യേശുനാമത്തെ ഉയർത്തി, പരിശുദ്ധ ജപമാല ഉയർത്തി, ആരാധന നടത്തി, ബലി അർപ്പിച്ച്, നല്ല കുമ്പസാരം നടത്തി, പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ പിശാചുക്കളെ ബഹിഷ്കരിച്ചാൽ എന്നേക്കുമായി ഇത് വിട്ടുപോകും. ധാരാളം തെളിവുകളുണ്ട് പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ മേലങ്കി, സ്തുതിയുടെ മേലങ്കി. എന്തിന്? തളർന്ന മനസ്സിന് പകരം. ഇതൊരു സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. മനസ്സിനെ കയറി പിടിമുറുക്കിയാൽ പിന്നെ മനസ്സിൽ സന്തോഷമില്ല, ആനന്ദമില്ല. തളർന്ന് എല്ലാത്തിനും ഒരു മടുപ്പ്, ഒരു മന്ദത, വിട്ടുപോകും. സ്തുതിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാന ശുശ്രൂഷ എന്ന് പറയുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കും. എങ്കിലേ ദൈവരാജ്യം അതിൻ്റെ മുഴുവൻ ശക്തിയോടെ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ രസകരമായൊരു സംഭവമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചനങ്ങൾ. അതിനു മുമ്പായിട്ട് നമ്മൾ വായിക്കുന്നു, 10-ാം അധ്യായം 1 മുതൽ ഈശോ 72 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തു. എങ്ങനെ സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തത്? നിങ്ങൾ പോയി ഞാൻ വരുന്നതിന് മുൻപ് ഗ്രാമങ്ങളിൽ ചെന്ന് എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. ഇപ്പം ഈശോ പോകുന്നതിന് മുൻപ് ഈ ആളുകൾ ചെന്നിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്, 72 പേര്. അതുകൊണ്ടാണ് ഈശോ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആളുകളെല്ലാം ഒന്നിച്ചു കൂടുന്നത്. 5000 പുരുഷന്മാർ തന്നെ ഭക്ഷണമൊക്കെ തൃപ്തിപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? ഈ ശിഷ്യന്മാർ നേരത്തെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഇവർ ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം, രോഗികളെ സുഖപ്പെടുത്തണം. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, പിശാചുകളെ ബഹിഷ്കരിക്കാൻ പറയുന്നില്ല. ഈശോ പറയുന്നു, നിങ്ങൾ യാത്രയ്ക്ക് വടിയും സഞ്ചിയും ചെരുപ്പും ഒന്നും വേണ്ട, നിങ്ങൾ ചെന്നാൽ മതി. ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കിട്ടും. നിങ്ങൾ അവിടെ താമസിക്കണം. അവരെന്തോ വിളമ്പിയാലും അതൊക്കെ തിന്നോണം. എന്നിട്ട് അവരോട് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ കിടപ്പ് രോഗികളൊക്കെ കാണും, അവരെ സൗഖ്യപ്പെടുത്തണം. എന്നിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഈ 72 പേരും പോയിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യമേ പറഞ്ഞ എന്താണെന്നറിയാമോ? 17-ാം തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞത്, കർത്താവേ സൂപ്പർ ഫുഡായിരുന്നു, കർത്താവേ അക്കോമഡേഷൻ നല്ലതായിരുന്നു, ആ വീട്ടുകാർ ഞങ്ങളെ സ്വീകരിച്ചു, സമാധാനത്തിൻ്റെ പുത്രന്മാർ അവരുടെ കൊണ്ടായിരുന്നു. ഇതൊന്നുമല്ല പറഞ്ഞത്. ഈശോയുടെ മുമ്പിൽ ചെന്നിട്ട് ഈ 72 പേരും പറഞ്ഞെന്താണെന്നറിയാമോ? നിന്റെ നാമത്തിൽ പിശാചുക്കൾ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, സുവിശേഷ ശുശ്രൂഷ എൻജോയ് ചെയ്യാൻ പറ്റി അവർക്ക്. ഇതില്ലെങ്കിൽ അത് ഈശോ നോക്കിയേ, വളരെ ബോധപൂർവ്വം ഈശോ പറഞ്ഞു, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ഇവർ പോയി ഇത് രണ്ടും ചെയ്തപ്പോൾ പിശാചുക്കളും വിട്ടുപോയി. അപ്പോഴാണ് അവർ വന്ന് സന്തോഷത്തോടെ പറയുന്നത്, കർത്താവേ കാണേണ്ട കാഴ്ചയായിരുന്നു, ഈശോയെ നിന്റെ നാമം അങ്ങോട്ട് ഉച്ചരിച്ചപ്പോൾ എല്ലാവരും വിളിച്ചോണ്ട് പോവാണ്, ഓരോന്ന് ബോധം കൊണ്ട് തറ പോവാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, സന്തോഷമായിക്കോട്ടെ, സന്തോഷം കൊള്ളാം, പക്ഷെ ഇതിലും ഭേദപ്പെട്ട ഒരു സന്തോഷമുണ്ട്. എന്താ അത്? പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് സ്വർഗത്തിലും എഴുതപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പിശാചുക്കൾ വിട്ടുപോയാൽ നമുക്കതിൻ്റെ അടയാളം സ്വർഗത്തിൽ നമ്മൾക്ക് ഉറപ്പാക്കാം. ഇല്ല എങ്കിൽ കുറേ പ്രാർത്ഥനയും പാട്ടും പാടി നമ്മളിങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഈ അരൂപികൾ. ഈ അരൂപികളെക്കുറിച്ച് ഒന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമുക്ക് ഒരു അനുഗ്രഹമായി മാറും. ഒന്നാമത്, ഇത് ഈശോയുടെ ശുശ്രൂഷയാണ്. ഈശോയുടെ ശുശ്രൂഷ അത് ഇന്നലെ തുടങ്ങി, ഇന്നും തുടങ്ങി, എന്നും തുടരുന്ന ശുശ്രൂഷയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോയുടെ ശുശ്രൂഷയിൽ പേടി തോന്നി ഹേറോദേസ് അവനെ കൊല്ലാൻ ആലോചിച്ചു. ലൂക്ക 13-ന്റെ 31-ാം ശ്രദ്ധിക്കണം. ഈശോയുടെ ശുശ്രൂഷ പൊടിപൊടിക്കുകയാണ്, പിശാചുകൾ വിട്ടുകയാണ്, ആനന്ദവും സന്തോഷവും ജനത്തിനിടയിൽ വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ ശുശ്രൂഷയെ അങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അസൂയ കൊണ്ട്, കലിവുണ്ട്, തിന്മ ഹെറോദേസിന്റെ രൂപത്തിൽ വന്നിട്ട് ഇവനെ കൊല്ലാൻ അതുണ്ടാവും, തകർക്കാൻ നോക്കും. പക്ഷേ ഈശോ പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ. എന്ന് വെച്ചാൽ പിശാചിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്, ചില കൗശലങ്ങളൊക്കെ ഉണ്ട്. ഈശോ പറഞ്ഞു, വിട്ടരവനെ, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എന്താണ് ദൗത്യം? പിശാചുക്കളെ പുറത്താക്കുക, രോഗശാന്തി കൊടുക്കുക. ഇതാണ് ഈശോയുടെ ദൗത്യം. ഇന്നലത്തെ ദൗത്യം, ഇന്നത്തെ ദൗത്യം, നാളത്തെയും ദൗത്യം. എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കേണ്ടത് ഡെലിവറൻസുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഡീമൺസ് അഥവാ സ്പിരിറ്റ്സ് വിത്തൗട്ട് ബോഡീസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാകാം. എന്താണ് ഈ അരൂപികളുടെ പ്രത്യേകത? 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ അരൂപികൾക്ക് ദേഹമില്ല. അരൂപികൾക്ക് അത് രൂപമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ദേഹമില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ അരൂപികൾ, ഡീമൺസ്, അതിനൊരു ദേഹം വേണം. ഉദാഹരണത്തിന് മദ്യപാനത്തിൻ്റെ അരൂപിക്ക് നല്ലൊരു തൊണ്ട വേണം, തൊണ്ട. കാരണം ഇതിന് അതിൻ്റെ അൺഗോഡ്ലി ലസ്റ്റ്, ദൈവീകമല്ലാത്ത അശുദ്ധമായതിൻ്റെ മോഹം പൂർത്തിയാക്കാൻ അതിനൊരു ദേഹം വേണം. ഈശോ ലെഗിയോൻ ബാധിച്ച മനുഷ്യനെ നിന്ന് എത്ര പിശാചുക്കളെ പുറത്താക്കി? 6000-ഓളം പിശാചുക്കളെ പുറത്താക്കി. ഇതെല്ലാവരും കൂടെ കുടികിടപ്പ് അവകാശം ചോദിച്ചു, കർത്താവേ ദേഹം വേണം, ദേഹം. അപ്പോൾ കർത്താവ് നോക്കി, എന്തോ ദേഹം എവിടെ കൊടുക്കാനാണ്? അപ്പോൾ അവർ തന്നെ പറഞ്ഞു, പന്നികൾ. കർത്താവ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് പുറത്തായാൽ അല്ലെങ്കിൽ ഇതിന് ഒരു ദേഹം വേണം വസിക്കാൻ.
സെക്സ്വാലിറ്റിയുടെ ലൈംഗികമായിട്ടുള്ള ഒരു അരൂപിയാണെങ്കിൽ അതിന് ലൈംഗിക അവയവങ്ങൾ, അതിൻ്റെ ലസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ അതിന് വേണം, അത് പ്രവർത്തിക്കും. കോപത്തിൻ്റെ അരൂപി, നീരസത്തിൻ്റെ അരൂപി, വെറുപ്പിൻ്റെ അരൂപി, ഇങ്ങനെയുള്ള ഈ അരൂപികളുടെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ അരൂപികൾക്ക് ഒരു ദേഹം വേണം. ഈ ദേഹം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ അരൂപികൾക്ക് പ്രവർത്തിക്കാൻ ഒരു ദേഹം വേണം. ഇപ്പം ഈ ദേഹം, ഇതിൻ്റെ ശരീരം ഇതിനില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു ദേഹത്ത് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമ്മൾ കരുതും നമ്മുടെ ജീവിതം മുഴുവനും ഇവൻ്റെ കൺട്രോളിലാണെന്ന്. അങ്ങനെയല്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പിശാച് നമ്മുടെ കഴുത്തിനിങ്ങനെ പിടിച്ച് നമ്മളെ ഞെരുക്കി വെച്ചിരിക്കുക. നോ, അരൂപികൾ, ഡീമൺസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവഛായയിലും സാദൃശ്യത്തിലുമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിൽ പൂർണ്ണമായ കൈകടത്താൻ അധികാരമില്ല പിശാചുക്കൾക്ക്. 2, നമ്മൾ അവൻ്റെ മാമോദീസ മുദ്ര നെറുകയിലിട്ട ദൈവത്തിൻ്റെ ചോര, ഈശോയുടെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ മേൽ അവന് ജീവൻ്റെ മേൽ സ്വാധീനം, പൂർണ്ണ സ്വാധീനമില്ല. എന്നാൽ ശ്രദ്ധിക്കണം, നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയാത്ത ഏറിയകളുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ ആത്മശക്തി വെളിപ്പെടുത്താത്ത മേഖലകളുണ്ട്. അവിടെ അവൻ കയറിക്കൂടും. എപ്പോൾ? ഇൻ യുവർ വീക്കസ്റ്റ് മൊമെന്റ്. ഭൂമിയിലെ നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ അവൻ കയറിക്കൂടും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ഭയങ്കരമായ ഭയം കയറിക്കൂടി, ഭയത്തിൻ്റെ അരൂപി. സംഭവിച്ചത് ഇതാണ്: ആശുപത്രിയിൽ മരുന്നുകൾ കുത്തി സെഡേറ്റീവായി ആശുപത്രിയുടെ ICUവിൽ കിടന്ന് എല്ലാ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ബലമെല്ലാം പോയപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിൽ കണ്ണു തുറന്നപ്പോൾ ആരും കാണാനില്ല. ആ വീക്കസ്റ്റ് മൊമെൻറ്റിൽ ഭയം എന്ന അരൂപി കയറിക്കൂടി. സ്ത്രീകളിലാണ് പലപ്പോഴും ഈ ഭയത്തിൻ്റെ അരൂപികൾ ഒത്തിരി കൂടാൻ സാധ്യത. അതുകൊണ്ടായിരിക്കാം പത്രോസ് ലീഹ തൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഹല്ലേലൂയ. സ്ത്രീകളോടാണ് പറയുക. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ സാറായുടെ മക്കൾ, വിശ്വാസത്തിൻ്റെ മക്കളാകും. ഭയം ഈ അരൂപി നമ്മിലേക്ക് പ്രവേശിപ്പിക്കും. അതുകൊണ്ട് ഭയത്തിൻ്റെ അരൂപികൾ, ദ വീക്കസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്. മറ്റൊരു ഉദാഹരണം പറയാം. ഒരു ചേട്ടായി ഓഫീസിൽ പോയി. രാവിലെ ചെന്നപ്പോഴാണ് കണ്ടത് AC ഉണ്ടായിരുന്ന ആ വയറ് എലി കരണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. AC ഇന്നില്ല. 11 മണിയായപ്പോൾ കരണ്ടും പോയി, ഫാനും ഇല്ല. ചൂടത്ത് പുഴുങ്ങിയിരിക്കുമ്പോഴാണ് വെളിയിലോട്ടിറങ്ങാമെന്ന് കരുതിയപ്പോൾ ആ ചായയും കൊണ്ട് വന്ന ആൾ തട്ടിമറിച്ച് ദേഹത്തോടെ. ഉച്ചയോടുകൂടി കട പൂട്ടി. തിരിച്ചു വരുമ്പോൾ ട്രാഫിക്ക് 2 മണിക്കൂർ ജാമ്. തിരികെ വീട്ടിൽ വന്നപ്പോൾ ഫുഡ് താമസിക്കുന്നു. കൺട്രോൾ നെല്ലിപ്പലക പോയി. ഭാര്യയ്ക്ക് കൊടുത്തുറണം. പിന്നീട് സോറിയായി, മക്കളുടെ നിലവിളിയായി, അനുതാപമായി, സോറിയായി. ആ മനുഷ്യൻ പറയുകയാണ്, അതിനുശേഷം രമ്യപ്പെട്ടെങ്കിലും ഈ മനുഷ്യൻ പിന്നീട് അയാൾക്ക് അൺകൺട്രോളബിൾ ആങ്കർ, നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം കൂടെ തികട്ടി വരികയാണ്. എന്താ സംഭവിച്ചത്? കോപത്തിൻ്റെ അരൂപി രാവിലെ മുതൽ ഈ മനുഷ്യനെ തള്ളി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഏറ്റവും അനുകൂലമായ ഒരു സമയമെത്തി. അവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്, ഒരു സമയമെത്തി. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? ചാടിക്കേറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ ദൗർബല്യപ്പെടുത്തുന്ന, ഏറ്റവും ദൗർബല്യമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് അവൻ അതിലേക്ക് പ്രവേശിക്കും. എന്നാലോ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് അവൻ്റെ വീടാണ് ആ ഏറിയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു പിശാചിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ വരണ്ട സ്ഥലത്ത് കൂടി നടക്കും. എന്നിട്ട് അവൻ സ്വയം പറയും,
ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. കാരണം വളരെ കംഫർട്ടബിളാണ്. അവിടെ വരുമ്പോഴാണ് അവന് മനസ്സിലായത് സ്ട്രഗിൾ ചെയ്താലും കയറാൻ പറ്റത്തില്ല, കാരണം ക്ലീനാക്കി പൂട്ടി വെച്ചിരിക്കുകയാണ്. അവനെന്ത് ചെയ്യും? തന്നേക്കാൾ ശക്തരായ 7 ഈ കാര്യത്തിൽ പിശാചുക്കൾക്ക് നല്ല ഐക്യവും പൊരുത്തവുമാണ്. വീട് കിട്ടാൻ വേണ്ടി അവൻ ആരെയും വിളിച്ചുകൊണ്ട് വരും. അവൻ്റെ സ്ഥിതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുകയാണ്, ആദ്യത്തെ അവസ്ഥയെക്കാളും ഗതികെട്ട അവസ്ഥയാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ സ്പേസിൽ പരിശുദ്ധാത്മാവ് നിറയണം. ഇല്ലെങ്കിൽ അപകടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അരൂപികൾ ഉണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ അരൂപികൾ വീക്കസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു 4 മൊമെൻറ്റ് ജീവിതത്തിലെ ഒരു 4 അവസരങ്ങൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന റിജക്ഷൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഈ അരൂപികൾ പ്രവേശിക്കാം, കുഞ്ഞുങ്ങൾ പോലും അറിയാതെ. അതുകൊണ്ട് ഏറ്റവും ദൈവം സുരക്ഷിതമായി തന്ന ആ അവസ്ഥയിൽ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമാക്കി പ്രാർത്ഥിച്ച് വളർത്തണം, സംരക്ഷിക്കണം, ശ്രദ്ധ വേണം. 2, നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, ദുരാചാരങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിയാൽ പിശാച് പിടിമുറുക്കും. ദുരാചാരങ്ങളിൽ വളരെ പെട്ടെന്ന്, സമയമില്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നവൻ, അതേപോലത്തെ തിന്മയാണ് പ്രശ്നക്കാരൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. പിശാച് എങ്ങനെയാണ് ഒരുവൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കുന്നത്? ഒന്ന്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഈ കുഞ്ഞിൽ ഉണ്ടാകുന്ന മുറിവുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അത് പിശാചിന് താവളമായി മാറാം. 2, ഈ ഗൂഢവിദ്യകൾ, മാന്ത്രിക വിദ്യകൾ, വെളിച്ചപ്പാടിൻ്റെയും ലക്ഷണം പറയുന്നവൻ്റെയും ആഭിചാരക്കാരൻ്റെയും ഈ നക്ഷത്രഫലം, വാരഫലം, കൈനോട്ടം, മുഖസ്തുതി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള മുഖലക്ഷണം, ഈ പരിപാടികൾക്ക് പോകുന്ന ആളുകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പിശാച് വളരെ പെട്ടെന്ന് അവനെ പിടിമുറുക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മകനെയോ മകളെയോ ഹോമിക്കുന്നവന് തുല്യമായിട്ടാണ് നക്ഷത്രഫലം വായിക്കുന്നവനെയും ബൈബിൾ കരുതുന്നത്. ഈ വാരഫലം വായിക്കുന്നവനെ, മകളെ മകനെയോ കുഞ്ഞുങ്ങളെ കുരുതി കഴിക്കുന്നവന് തുല്യമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? ഇതേ ഉള്ളൂ, പിശാച് പിടിമുറുക്കും. 1ഉം 2ഉം പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് പറയുന്നത് പിശാചിൻ്റെ താവളമാണ്. വിഗ്രഹാരാധന, സത്യദൈവത്തെ വിട്ട് പൂച്ച കുറുകെ ചാടി, പല്ലി ചൊല്ലി, തിരിഞ്ഞു നോക്കി, ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളുണ്ട്. പല്ലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ സത്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങളെല്ലാം പിശാചിന് കയറാനുള്ള താവളമാണ്. അതുകൊണ്ട് 2ാമത്തെ ചിന്ത ഇതാണ്, നമ്മൾ ഒന്ന് ഉദരത്തിലായിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ വളർത്തണം. 2, അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. 3, ഇമോഷണൽ ഷോക്ക്, അതായത് നമ്മുടെ വികാരങ്ങൾ മുറിവാകുന്ന സാഹചര്യങ്ങളുണ്ടായാൽ, മനസ്സ് മുറിവേൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായാൽ, മുറിവേറ്റ ഈ മനസ്സിലേക്ക് പിശാച് കയറിക്കൂടും. അത് ഭയമാകാം, ദേഷ്യമാകാം, മുറിവേൽപ്പിക്കുന്ന അവസരങ്ങളാകാം. പിശാചിന് അവസരം കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടരുത് എന്നൊക്കെ പറയുന്നത്. ഉത്കണ്ഠകളും ആകുലതകളും, ടെൻഷൻ, മറ്റുള്ളവർ തരുന്നതായ മുറിവുകൾ, ആൾക്കൂട്ടങ്ങളുടെ ഭയങ്ങൾ, മാധ്യമങ്ങളുടെ ഭയം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാം. പിശാചിന് കയറിക്കൂടാം. ശ്രദ്ധ വേണം. 4ാമതായിട്ട്, നമ്മളുടെ ഒരു സിൻഫുൾ ആയിട്ടുള്ള ഹാബിറ്റുകൾ, അതായത് നമ്മുടെ പാപത്തിൻ്റെ തഴക്കദോഷങ്ങൾ, സ്വയംഭോഗമാകാം, മദ്യപാനമാകാം,
നമ്മൾ ചില പാപത്തിൽ അങ്ങ് കംഫർട്ടബിളായിട്ട് കഴിയും, മാറ്റാൻ പറ്റും. ചിലർക്ക് TV അങ്ങോട്ട് ഓണാക്കി, അവർക്കറിയത്തില്ല ഇത് ഏത് ചാനലാണ് കാണേണ്ടത്, ചുമ്മാ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അഡിക്റ്റഡായിപ്പോയി, കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില ഹാബിറ്റുകളായിപ്പോയി, സ്വഭാവമായിപ്പോയി. ഇത് ക്രമേണ പിശാചിൻ്റെ താവളമായി മാറും. കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിലരെ അങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ അങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കുക, വെറുതെ അങ്ങോട്ട് ഈ ആഴ്ച പറഞ്ഞു തന്നെയാണ് പിന്നെയും പറയുന്നത്, പക്ഷേ ഇത് തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ 24 മണിക്കൂർ TV തുറന്ന് കണ്ടുകൊണ്ടിരിക്കുക. പിശാച് താവളമുറപ്പിക്കും മക്കളെ, താവളമുറപ്പിക്കും. അവൻ കയറിക്കൂടിയാൽ വലിയ പാടാണ് പുറത്താക്കാൻ. പിന്നെ നമ്മൾ ഈ ശുശ്രൂഷകൾ കൊണ്ടുവരേണ്ടി വരും ഈശോയുടെ നാമത്തിൽ. ചില കേസുകൾ സമയമെടുക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ നാം വരുന്നത് കൊലപാതകയാണ്. അവൻ ചോര കണ്ടിട്ടേ അടങ്ങൂ. അവൻ വരുന്നത് നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ മത്തായി 12:36 തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അത് പറയാൻ കാര്യം എന്താണ്? ഈ വെറുതെ വ്യർത്ഥവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിശാച് അവകാശം പറയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വളരെ പെട്ടെന്ന് പറഞ്ഞു. പിശാച് നമ്മുടെ ഏറ്റവും ദൗർബല്യമായ സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ചാടിക്കയറും. അവൻ സമയം കണ്ടെത്തും, സ്ഥലം കണ്ടെത്തും. പിന്നീട് അവനായിരിക്കും നമ്മളെ ആ മേഖലകളിലൊക്കെ നിയന്ത്രിക്കുന്നത്. പള്ളി വരാൻ അവൻ അനുവദിക്കും. അതുകൊണ്ടാണല്ലോ ഈ സിനഗോഗിൽ വന്ന് ഈ ചേട്ടായി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈശോ അവനിലെ അശുദ്ധാത്മാവിനെ കൺഫ്രണ്ട് ചെയ്തപ്പോൾ അവൻ പുറത്തു പോകേണ്ടതായിട്ട് വന്നു. ഇത് ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ ആദ്യ ശനി ശുശ്രൂഷകൾ ഇവിടെ നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ പീഡകൾ, അവൻ നമ്മളുടെ മനസ്സിലേക്ക് തരുന്ന അശുദ്ധ ചിന്തകൾ, അവൻ അവിടെ താവളമുറപ്പിച്ചാൽ എന്താ അവൻ ചെയ്യുന്നത്? അവൻ ഇതൂടെ കേൾക്കേണ്ടതാണ്. അവൻ താവളമുറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യമേ അവൻ ചെയ്യുന്നത്, അവൻ നമ്മളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും, പ്രേരണ തന്നുകൊണ്ടേയിരിക്കും. അത് വെറുതെ ഒരു ഇമോഷണൽ പ്രേരണയല്ല. അവൻ വ്യക്തമായിട്ട് സംസാരിക്കും. ഉദാഹരണത്തിന് അങ്ങോട്ട് പോകുമ്പോൾ 100 രൂപ അവിടെ ഇറങ്ങി കിടക്കുകയാണ്. അവൻ പറയും എടുക്ക്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ശബ്ദം കേൾക്കാം, എടുക്ക് എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് എ ബീയിങ് വിത്തൗട്ട് ബോഡീസ്. ഇത് വെറുതെ ഒരു പ്രേരണയായിട്ടല്ല, അവൻ സംസാരിക്കും. ഇറ്റ് വിൽ എൻറ്റൈസ് യു. മറ്റൊന്ന്, അവൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം വലിച്ചാൽ അവൻ നമ്മളെ ഡിഫൈൽ ചെയ്തുകൊണ്ടിരിക്കും. അവൻ നമ്മളെ അശുദ്ധ വാക്കുകളും അശുദ്ധ ചിന്തകളും നിരന്തരം കുത്തി നിറച്ചുകൊണ്ടിരിക്കും. അശുദ്ധി, അൺക്ലീൻ സ്പിരിറ്റ്സ്, അവൻ എപ്പോഴും അശുദ്ധിക്ക് പ്രേരണ തന്നുകൊണ്ടേയിരിക്കും. അവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. മറ്റൊന്ന്, അവൻ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ നമ്മളെ നിരന്തരം മറ്റുള്ളവരിൽ നിന്ന് ഇൻട്രോവേർട്ട് ആക്കിക്കൊണ്ടിരിക്കും, ലജ്ജിപ്പിച്ചുകൊണ്ടിരിക്കും. അവമാനവും നിന്ദയും ഏൽപ്പിക്കാൻ കാരണമാക്കിക്കൊണ്ട് അവൻ നമ്മളെ ഉൾവലിയുന്ന ഒരു സ്വഭാവ പ്രകൃതനാകും. കാരണം അവൻ്റെ നേച്ചർ അതാണ്. ഹല്ലേലൂയ. വീണ്ടും മറ്റൊന്ന് ഈശോ പറഞ്ഞു, അവൻ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, ടോർച്ചറിങ്. അതുകൊണ്ടാണ് പല രോഗങ്ങൾക്കും കാരണം അശുദ്ധാത്മാക്കളാണ് എന്ന് പറയാൻ കാര്യം. പല രോഗങ്ങൾക്ക്, പല കുറ്റബോധങ്ങൾക്ക്, പല ഭയങ്ങൾക്ക്, പല പീഡകൾക്ക് മനസ്സിൻ്റെ സമാധാനമില്ല. എത്ര വലിയ അന്തരീക്ഷം ഒരുക്കിയാലും ഈ ആൾ ഒരു തരം മെലങ്കൊളിക്കായിട്ട് മാറുകയാണ്. ദുഃഖത്തിലേക്ക് മനസ്സ് തുറന്നു വെച്ചിരിക്കുകയാണ്. എപ്പോഴും കരച്ചിലും പിടിച്ചിലും. എപ്പോഴും എന്താ കാര്യം? ഈ സ്പിരിറ്റിൻ്റെ അറ്റാക്കുണ്ട്. മനസ്സിലെപ്പോഴും വിദ്വേഷവും അമർഷവും ബിറ്റർനെസ്, കയ്പാണ് മനസ്സെന്ന് പറയും. ഒരു നന്മ കാണാൻ പറ്റണില്ല. കാരണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതേ ഉള്ളൂ, അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രകടമായി. അതുകൊണ്ട് തന്നെ പുറത്താക്കണം. വീണ്ടും മറ്റൊരു കാര്യം, അവൻ നമ്മളെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ അവനെ നിർബന്ധിക്കും. ഉദാഹരണത്തിന് മദ്യപാനം, നമുക്ക് വേണ്ട, മദ്യപിക്കണ്ട, പക്ഷേ ഇത് അടിക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കി തരും. സിഗരറ്റ് വലിക്കരുതെന്ന് പറയാം, കത്തിച്ചുകൊണ്ടും പറയും വേണ്ട, പക്ഷേ ഇത് വലിക്കും. മാസ്റ്റർബേറ്റ് ചെയ്യേണ്ട, സ്വയംഭോഗ പ്രവർത്തനം വേണ്ട, പക്ഷേ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യിപ്പിക്കും. നമുക്കൊരാഗ്രഹമില്ല എങ്കിൽ തന്നെയും പറഞ്ഞില്ല, എനിക്ക് ടി വി കാണണ്ട, വരുമ്പോഴേ ചാനൽ മാറ്റിക്കൊണ്ടേയിരിക്കും. അഡിക്റ്റഡായി പോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുകയാണ്, പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെല്ലാം ഈ ലോകത്തുണ്ട്.
നിയമാനുസൃതമായി തന്നെ പല രാജ്യങ്ങളും പറയും ഇതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല എന്ന്. പക്ഷേ എനിക്ക് ഇവൻ്റെ അടിമയാകാൻ വയ്യ, ഞാൻ അടിമയാകില്ല. പലതരം പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പൗലോസ്ലീഹായിലൂടെ 1 കൊറിന്തോസ് 6:12 2 തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ശരിക്കും അങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അഡിക്റ്റഡ് ആയിപ്പോയി. ഭക്ഷണം അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റണല്ലോ. 1 കൊറിന്തോസ് 6:12 മുതൽ വചനം ഇതാണ്: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ഓവർ ഈറ്റിംഗ്, ചില ഭക്ഷണം അഡിക്റ്റഡ് ആയിപ്പോയി. പ്രിയപ്പെട്ട മക്കൾ, പിശാച് ആ മേഖലകളിൽ കൺട്രോൾ ചെയ്യും. ഉദാഹരണത്തിന് കാപ്പി കുടിച്ചേ പറ്റും, കാപ്പി അഡിക്ഷൻ. പിശാച് ഉണ്ടോ ഇല്ലെന്ന് അറിയണേ 48 മണിക്കൂറത്തേക്ക് കാപ്പി വേണ്ടാന്നൊന്ന് വെച്ച് നോക്കിയേ. അന്നേരം കാണിക്കുന്ന പരവേശം കൊണ്ട് നമുക്ക് മനസ്സിലാകാം ഇതുണ്ടോ ഇല്ലയോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരം എൻ്റെ അപ്പാട, എൻ്റെ ആത്മാവിൻ്റെ ആലയമാ. അത് അശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഐ എം നോട്ട് അഡിക്റ്റഡ്. കാരണം അറിയാം, ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകളിൽ വീണുപോയാൽ പിശാച് അവകാശം പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരാധനയുടെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ വീട് എങ്ങനെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം നമുക്കറിയാം. നമ്മുടെ ശരീരം വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്: ഈശോയുടെ ശുശ്രൂഷയുടെ അടിസ്ഥാന പൊരുൾ, സത്യം, പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിന് ഈശോ വചനം പ്രസംഗിച്ചു, പിശാചുകളെ ബഹിഷ്കരിച്ചു. ഇതില്ലാത്ത ശുശ്രൂഷ ഈശോയുടെ ശുശ്രൂഷ അല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യ ശനി ശുശ്രൂഷ ഇവിടെ ഒരുക്കുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? പിശാച് ബഹിഷ്കരണം. അതുകൊണ്ട് ഞാൻ ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പേക്കം കിയോ ഇരിക്കരുത്. നമ്മളൊരു ശുശ്രൂഷ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒരു 150 പേരെ വന്നിട്ടുള്ളൂ, മതി. ഉള്ളവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഉറക്കെ യേശുനാമത്തെ വിളിക്കണം. നമുക്ക് അറിയാവുന്ന മേഖലകളുണ്ട്, അറിയാൻ മേലാതെ ആസ്ഥാനം ഉറപ്പിച്ച രൂപകളുണ്ട്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക. അതുകൊണ്ട് യേശുനാമത്തിൽ ഇവിടെ തരുന്ന ഡെലിവറൻസ് വചനങ്ങൾ കേട്ട് ഏറ്റുപറഞ്ഞ് യേശുനാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കണം. അപ്പം ചിന്തിച്ചേക്കാം, ഇത്രയും ഉച്ചത്തിൽ പറയാൻ വേണ്ടി പിശാചിനെ പൊട്ടനാണോ? ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അന്ധനും ബധിരനും മൂകനുമായ ഒരു ആത്മാവിനെ ഈശോ പുറത്താക്കിയപ്പോൾ അവൻ അലറി വിളിച്ചുകൊണ്ടാണ് പുറത്ത് പോയത്. മൂകനായ ആത്മാവായിരുന്നു, അവൻ അലറി വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവൻ സംസാരിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് പിശാചുക്കൾക്ക് സംസാരിക്കാൻ ഇതിലെ കേൾവിയില്ലെന്ന് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുനാമത്തെ വിട്ടുപോകാൻ പറയണം. അത് വിട്ടുപോവുക തന്നെ ചെയ്യും. അതാണ് ഈശോയുടെ ശുശ്രൂഷ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർ സ്വന്തം വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച അനുതാപത്തോടെ, അതിനൊരു പ്രോസസ്സുണ്ട്. 1, നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയും. 2, നമ്മുടെ പാപങ്ങളെക്കുറിച്ചൊന്ന് അനുദപിക്കും. 3, ഡെലിവറൻസ് നടക്കും. ഈ ശുശ്രൂഷ ഇവിടെ ശുശ്രൂഷ ഉള്ള കാലത്തോളം മുഴുവനും നടക്കും. അത് ഈശോ അങ്ങനെയാണ് ഒരുക്കുന്നത്. 1, ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയും. 2, നമ്മൾ അനുദപിക്കും. 3, നമ്മൾ പിശാചുകൾ ബഹിഷ്കരിച്ചുള്ള സഭയുടെ ഔദ്യോഗിക ബഹിഷ്കരണങ്ങൾ നമ്മൾ യേശുനാമത്തിൽ തിരുസഭയുടെ ശക്തിയോടുകൂടി നടത്തും. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മക്കൾ, ഇതൊക്കെ കാലങ്ങളായി നമ്മൾ ബഹിഷ്കരണ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജോലി മേഖലകൾ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, ആരുടെയൊക്കെ കണ്ണുനീര്, ചോര, ശാപം, അശുദ്ധി, മ്ലേച്ഛത നമ്മുടെ കൈ കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ചോര പൊടിഞ്ഞ മണ്ണിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. ഈ മണ്ണിനെയൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കും കാലങ്ങളായി ഉള്ള നമ്മളുടെ ശുശ്രൂഷകളിൽ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട്